ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ മുടി കളർ ചെയ്യാൻ പോവാണ്. ബ്യൂട്ടി പാർലറിൽ പോയിട്ടൊന്നല്ല, എൻ്റെ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് അത് വെറും തുച്ഛമായ ചെലവിലാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കളറ്, സ്ട്രീക്സിൻ്റെതാണ്. ഇതിൻ്റെ കാപ്പച്ചിനോ ബ്രൗൺ ആണ്. ഇതെന്താ വെച്ചാൽ എൻ്റെ സിസ്റ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവളുടെ മുടി എൻ്റെ മുടി ഏകദേശം ടെക്സ്ചറും കളറും ഒക്കെ സെയിം ആണ്. അപ്പം അതിനെ ഞാൻ കോപ്പി അടിച്ചെന്നേ ഉള്ളൂ. എന്താ വെച്ചാൽ ഒരാൾ ചെയ്ത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് അത് ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ നമ്മളെ മുടിയിൽ ട്രൈ ചെയ്യാൻ നമുക്ക് തോന്നല്ലോ. ആ ഒരു തോന്നലിന്റെ പുറത്ത് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ മുടിയിൽ ഇതുവരെയായിട്ടും ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. എന്താണെന്നറിയില്ല, കുറച്ച് നാളായിട്ട് ഒരു ചേഞ്ച് വേണം തോന്നി. അത് മുടിയിലാവുമ്പോൾ അതൊരു വല്ലാത്ത ചേഞ്ച് തന്നെ ആയിരിക്കല്ലോ, സ്വാഭാവികം. അതുകൊണ്ട് കളറിങ് തന്നെ ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു. ഇത് വീട്ടിലിരുന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. കുറേ സാധനങ്ങൾ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്, പിന്നെ ഇൻസ്ട്രക്ഷൻസും ഉണ്ടാവും. പിന്നെ ഇതാണ് ഇതെന്താ പറയുക, കാറ്റലോഗോ എന്തോ ആണ്. ഇതിൻ്റെ അകത്ത് പല ഷെയ്ഡ്സും ഉണ്ട്. എന്ന് വെച്ചാൽ അവർ ഇറക്കുന്ന പല ഷെയ്ഡ്സ് ആയിരിക്കും, പച്ച, മഞ്ഞ, ചുവപ്പ്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ വല്ലാത്തൊരു ചേഞ്ച് നമുക്ക് വേണ്ടാത്തത് കൊണ്ട് ഒരു സട്ടിലായിട്ടുള്ള ഒരു കളർ വേണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ, നമുക്കത് നോക്കിയിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ അല്ലേ. ഇതാണ് ബ്ലോൺ പൗഡർ എന്ന് വെച്ചാൽ ബ്ലീച്ച്. അങ്ങനെ കുറേ പാക്കറ്റ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത് ബ്ലീച്ചാണ്. പിന്നെ അടുത്തത് ഇത് കളറിൻ്റെ, ഇതാണ് നമുക്ക് മെയിൻ മുടിക്ക് കളർ കൊടുക്കുന്ന ഈ ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ 2 ഡെവലപ്പേഴ്സ് ഉണ്ട്. അത് ഒന്ന് ബ്ലോൺ പൗഡർ, ഒന്ന് ബ്ലീച്ചിൽ മിക്സ് ചെയ്യാനും ഒന്ന് കളറിൽ മിക്സ് ചെയ്യാനും. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അത് ബ്ലീച്ചാണ് എന്ന് വെച്ചാൽ ബ്ലോൺ പൗഡർ പ്ലസ് ഡെവലപ്പർ. ഇത് ഞാൻ സ്കിപ്പ് ചെയ്യാണ്, ഒഴിവാക്കാണ്. ബിക്കോസ് ഈ ബ്ലീച്ച് ഇടുമ്പോൾ മുടി ഡ്രൈ ആവുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്തു. എനിക്ക് ജസ്റ്റ് കളറിങ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, കളർ മിക്സ് ചെയ്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. എനിക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് പോലെ ചെയ്താൽ മതി. അതുകൊണ്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് ബ്ലീച്ച് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ ചോയ്സാണിത്, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അവർ നമുക്ക് ഗ്ലൗവ് പ്രൊവൈഡ് ചെയ്യും, കാരണം അത് കെമിക്കൽ ആണല്ലോ. അത് 2 കയ്യിൽ നമ്മൾ ഇട്ടതിന് ശേഷം മാത്രമേ ഈ സാധനം യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അത് കയ്യിലായി കഴിഞ്ഞാൽ നമ്മളെ സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ കണ്ണിലും മൂക്കിലൊക്കെ പോയ വലിയ വലിയ പ്രശ്നങ്ങളാണല്ലോ. അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം അല്ലെങ്കിൽ കവർ യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് ഉള്ളത് കൊണ്ട് പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അലൂമിനിയം ഫോയിൽ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത് കേട്ടോ. ഇതിങ്ങനെ ചെറിയ പീസസ് ആയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അത്യാവശ്യം നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനും ആ തിക്നെസ്സിനും അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കട്ട് ചെയ്യാം. പിന്നെ എത്ര ഹൈലൈറ്റ്സ് നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അലൂമിനിയം ഫോയിൽ നിങ്ങൾ എടുക്കേണ്ടത്. എനിക്ക് അത്യാവശ്യം വേണ്ടത് കൊണ്ട് ഞാൻ ഒരു 8-10 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ചുകൂടി വേണം തോന്നപ്പോൾ ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്താട്ടോ. മുടിയിൽ ഒട്ടും നമുക്ക് ഈ കുടുക്ക് ഉണ്ടാവാൻ പാടില്ല. കുടുക്ക് എന്നാണ് ഞാൻ പറയാറ്, നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയാം. അല്ലെങ്കിൽ ചിക്കെന്നോ എന്താ ജഡാന്നോ എന്തെങ്കിലും ആയിക്കോട്ടെ, വോട്ടെവർ. അപ്പം നന്നായിട്ട് നമ്മൾ ചിക്കിറക്കണം മുടി, ഇല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അത് മുടിയിൽ പിടിക്കില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഷാമ്പു ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടീഷണർ ഇട്ടിട്ടില്ല കേട്ടോ. ഷാമ്പു ഇട്ട് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് കുടുക്കൊക്കെ തീർത്ത് വെച്ചു. ആദ്യം ഞാൻ വിചാരിച്ചു പാർലറിൽ പോയിട്ട് ചെയ്യാന്ന്, പിന്നെയും ഞാനത് വേണ്ടാന്ന് വെച്ചു. കാരണം റേറ്റ് ഒക്കെ കേട്ടപ്പം എനിക്ക് മനസ്സിലായി ഇപ്പം എനിക്ക് മുടി കളർ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാനുള്ള ബഡ്ജറ്റ് ഇല്ലാന്ന്. അതുകൊണ്ട് ചെറിയ ബഡ്ജറ്റിൽ വീട്ടിലിരുന്ന് ചെയ്യാന്നങ്ങ് വിചാരിച്ചു. നമുക്ക് ആദ്യം ഈ ഗ്ലൗ ഒക്കെ ഒന്ന് ഇടുക. ഗ്ലൗ ഇടുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ആയിരുന്നു കേട്ടോ. അതൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫസ്റ്റ് ഡെവലപ്പറും കളറും കൂടെ മിക്സ് ചെയ്യാം. നമ്മൾ ബ്ലീച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലീച്ച് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഡെവലപ്പർ എടുത്തു. ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ ബൗളിലേക്ക് ഞാൻ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് കളറിൻ്റെ ആണ്. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഡെവലപ്പറിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ചേർക്കാം. ഒട്ടും ബാക്കി വെക്കണ്ട കേട്ടോ. ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം കുറച്ച് മാത്രമേ ഉള്ളൂ വെച്ചാൽ എനിക്കറിയില്ല, നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കൂ. നമുക്ക് ഹാഫ് ചെയ്യാൻ പറ്റുമോ പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്നത്. എനിക്ക് കുറച്ചല്ലേ, എനിക്ക് ഹെയറിൽ കുറച്ച് കൂടുതൽ കളർ ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് രണ്ടും 2 ടെക്സ്ചറാണ്. ഈ കളർ എന്ന് പറയുന്ന കളറിൻ്റെ കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്, മറ്റേത് കുറച്ചുകൂടി ഒരു വാട്ടറി ആയിട്ടുള്ളതാണ്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തോളൂ കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ വല്ലാത്ത നമുക്ക് ഈ കെമിസ്ട്രി ലാബിലൊക്കെ പോയാൽ ഉണ്ടാകുന്ന ഒരു സ്മെല്ലില്ല, അതുപോലെ ഒരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. ചുമ്മാതല്ല അവർ ഗ്ലൗ യൂസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം എന്തായാലും ബ്രഷും ഉണ്ട്, നിങ്ങൾ കൈകൊണ്ടൊന്നും അത് ചെയ്യണ്ട, ഗ്ലൗ ഇട്ടിട്ട് മാത്രം ചെയ്യുക. നന്നായിട്ട് തറവായിട്ട് അതിന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കളറായിട്ടുണ്ട്. ഇനി പേർപ്പിളോ മറ്റോ ആണോ ഈ കളറെന്ന് എനിക്കൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ
അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ നോർമൽ കളർ തന്നെ കിട്ടി കേട്ടോ. എന്നിട്ട് മുടി നിങ്ങൾക്ക് എവിടേക്കാണോ നിങ്ങൾക്ക് അത് ചെയ്യേണ്ടത് വെച്ചാൽ കുഞ്ഞു ഭാഗം നമുക്ക് ഇങ്ങനെ അത് വകഞ്ഞെടുത്തിട്ട്, ആക്ച്വലി കോമ്പൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കോമ്പോ ഒന്നും വെച്ചിട്ടില്ല, എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ എടുത്തതാണ്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഇതിന്റെ അടിയിൽ നമ്മൾ അലൂമിനിയം ഫോയിൽ വെക്കണം കേട്ടോ. ഈ പാർലേഴ്സിലൊക്കെ അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഈ ഇടത്ത് ഭാഗത്ത് ചെയ്യുന്നതുകൊണ്ട് എനിക്കതൊരു ഏല് കിട്ടുന്നുണ്ടായിരുന്നില്ല അലൂമിനിയം ഫോയിൽ വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുടി പിടിച്ചിട്ടാട്ടോ ചെയ്യുന്നത്. പിന്നെ അത് ഈവൻ ആയിട്ട് അപ്ലൈ ചെയ്തോളൂ. അവിടെയും ഇവിടെ ഇങ്ങനെ ഈ പറ്റി പിടിച്ച് കിടക്കുമ്പോഴേ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ കളർ ക്ലോഗ്ഡ് ആയി കിടക്കുന്ന പോലെ തോന്നും. അപ്പൊ തേച്ച് നന്നായിട്ട് ഈവൻ ആയിട്ട് ആ ബ്രഷ് ഇങ്ങനെ നന്നായിട്ട് തേച്ചോളൂ. എവിടെ വരെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വരെ. എനിക്ക് ഇങ്ങനെ ഓരോരോ ലെയർ ആയിട്ടായിരുന്നു വേണ്ടത്. അപ്പം കുറച്ച് ഭാഗത്ത് മൊത്തമായിട്ട് ഞാൻ ഇങ്ങനെ മൊത്തം താഴെ വരെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഈ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയത്. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി അത് അത്ര ഈസി അല്ല. നമുക്ക് ആരെങ്കിലും ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു തരാൻ ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരും. ഞാനിവിടെ ഒറ്റയ്ക്കാണ് ചെയ്തത്, എനിക്ക് ആരും സഹായം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമ്മളത് പഠിക്കുന്നത് നല്ലല്ലേ, ഇൻഡിപെൻഡന്റ് ആവണം എന്നാണല്ലോ പറയുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. എന്താ വെച്ചാൽ നമ്മൾ ചെയ്ത് കഴിയുമ്പം നമ്മുടെ സ്വന്തം അധ്വാനത്തിന്റെ ഫലമാണല്ലോ എന്ന് വിചാരിച്ചൊരു നിർവൃതി ഉണ്ടാവുമല്ലോ. ആ ഒരു നിർവൃതി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു കേട്ടോ. ഒരു കാലത്ത് മുടി സ്മൂത്തനിങ്ങോ അല്ലെങ്കിൽ കെരാറ്റിനോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ എൻ്റെ മുടി സ്റ്റൈൽ ചെയ്തത്, മീൻസ് ലെയർ അടിച്ചത്. ലെയർ അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. കാരണം മുടി കാണാൻ അത്യാവശ്യം വലിയ തരക്കേടില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കാലം ഞാൻ മുടിയിൽ ഇനി എൻ്റെ മുടിയിൽ ഞാൻ കെമിക്കലൊന്നും തൊടിയിക്കില്ല എന്നുള്ള ഒരു ശബ്ദമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, ബോധം വന്നതാണോ ബോധം പോയതാണോ അറിയില്ല, ഞാൻ മുടി എനിക്ക് കളർ ചെയ്യണം എന്ന് തോന്നി ഞാൻ അങ്ങ് ചെയ്തു. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇനി പാർലറിൽ പോയി ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ ചിലപ്പോൾ അതും ചെയ്യായിരിക്കും കേട്ടോ. പിന്നെ ഈ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്നത്, അതായത് ഞാൻ ഇപ്പോൾ ഈ യൂസ് ചെയ്യുന്ന ഈ കളറ് നമുക്ക് ഒരു 3 months ആണ് ആ ഒരു നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണുക. പിന്നെ അതിങ്ങനെ ഫെയ്ഡ് ആയി പോകും. ഞാനിത് ഒരു തവണ യൂസ് ചെയ്തതാണ്. യൂസ് ചെയ്ത് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു 3 months നമുക്ക് കറക്റ്റായിട്ട് നിൽക്കും. പിന്നെ അത് മെല്ലെ അത് ഫെയ്ഡ് ആവാൻ തുടങ്ങും കേട്ടോ. ചിലപ്പം ബ്ലീച്ച് ഇടാത്തോണ്ടായിരിക്കും. എനിക്ക് ബ്ലീച്ച് ഒട്ടും പറ്റില്ല. ബ്ലീച്ച് ഇട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ, അവർക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. എനിക്ക് ഒട്ടും അത് പറ്റാത്തോണ്ടാണ് ഞാനത് യൂസ് ചെയ്യാത്തത്. പിന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ സിസ്റ്ററാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത്. അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലീച്ച് യൂസ് ചെയ്യണ്ട എന്നുള്ളത്. അതുകൊണ്ട് ഈ ചെറിയൊരു പറഞ്ഞാലും ചെവി പോണം എന്നാണല്ലോ, അവളുടെ ആ ഒരു സജഷൻ മാനേജ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്കും ഞാൻ എവിടേക്കോ വായിച്ചിട്ടുണ്ടായിരുന്നു മുടി ഡ്രൈ ആവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. പിന്നെ എൻ്റെ മുടി കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. ഇനിയിപ്പോൾ അതും കൂടി ഇട്ടിട്ട് കൂടുതൽ ഡ്രൈ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒഴിവാക്കിയതാണ്. എന്താണെന്നറിയില്ല, എനിക്ക് അലൂമിനിയം ഫോയിലിന്റെ മുകളിൽ വെച്ചിട്ട് ഇത് കളർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഇടത്ത് ഭാഗത്ത് കേട്ടോ. ഒന്നാമത് എനിക്ക് ഈ മിററിൽ നോക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് മൊത്തം ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഈ കളർ ചെയ്തത്. പിന്നെ വല്ലാതെ ഈ ഗ്ലൗവിലൊക്കെ വല്ലാതെ ഈ കളർ പിടിക്കുന്നു. കളർ വേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഈ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ചെയ്തു കിട്ടും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ആ ഗ്ലൗവിൽ മൊത്തം ഈ സാധനം ആയിട്ടുണ്ട്. പിന്നെ അലൂമിനിയം ഫോയിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കവർ യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ സാധാരണ ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനം വാങ്ങിക്കുന്ന കവറില്ലേ, അത് ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അലൂമിനിയം ഫോയിൽ പോലെ നമുക്ക് ഇതിങ്ങനെ നമ്മൾ ഈ ചുരുട്ടി പിടിച്ച അതേപോലെ നിൽക്കില്ലേ കവർ, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് റബ്ബർ ബാൻഡ്സ് ഒക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കെട്ടുന്ന നൂലോ അങ്ങനത്തെ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എങ്ങനെയായാലും നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടാവും, പക്ഷെ ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളത് ഉണ്ടാവും. അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് റൈറ്റ് സൈഡ് ചെയ്യാം. റൈറ്റ് സൈഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാട്ടോ. എനിക്ക് കറക്റ്റ് ആ അലൂമിനിയം ഫോയിലിന്റെ മുകളിൽ വെച്ചിട്ട് ഈ മുടിയുടെ മുകളിൽ കളർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഈ ഗ്ലൗ ഇട്ട ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നമ്മളെ കയ്യിൽ തീരെ നമുക്ക് കൈക്ക് ഒട്ടും ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വിയർക്കുന്നുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞ കൂടെ ഒരു സഹായം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് ഒരു സഹായത്തിന് ഒന്നും മാറ്റി പിടിക്കാനോ അല്ലെങ്കിൽ ചെയ്തു തരാനോ ഒരാളുണ്ടെങ്കിൽ അത് അത്രയും നല്ല കേട്ടോ. എനിക്കിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ കുറേ നമ്മളിങ്ങനെ ചെയ്ത് കൈക്ക് അത്യാവശ്യം പെയിന് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മൾ ഈ വകഞ്ഞെടുക്കില്ലേ, അത് കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഒരു വലിയ വീഡിയോ ഒക്കെയാണ് എടുത്തത്. എങ്ങനെയായാലും മുടി നമുക്ക് കളറായാൽ മതിയല്ലോ. പിന്നെ ആ പെർഫെക്ഷൻ ഒന്നും കിട്ടില്ല.
ഞാൻ പല കാര്യങ്ങളും അങ്ങനെ ഒരു പെർഫെക്ഷൻ ഇല്ലാതെ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ ഈ വാക്സിൻ ഒക്കെ ഞാൻ ഈ വീറ്റ് മേടിച്ചിട്ട് സ്വന്തമായിട്ട് ആണ് ചെയ്യാറ്. വീട്ടിന്റെ വാക്സ് ഇല്ലേ, നമ്മുടെ ഈ ഒരു ഇൻസ്റ്റന്റ് വാക്സ് സ്ട്രിപ്പ് ഇല്ലേ, അത് വെച്ചിട്ടാണ് ചെയ്യാറ്. ഈവൻ എന്റെ മാരേജിന് പോലും ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്, പാർലറിൽ പോയിട്ടല്ല ചെയ്തത്. അതുകൊണ്ട് ഫിനിഷിംഗ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും കണ്ടാൽ ചെയ്തോ ചോദിച്ചാൽ ചെയ്തു, അതന്നെ. അങ്ങനെയാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യാറ്. അതുകൊണ്ട് കളറിങ്ങും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് അധികം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്തത്. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അവരോട് കുറച്ച് കുറച്ച് എടുക്കാൻ പറഞ്ഞിട്ട് ചെയ്തോളൂ. പിന്നെ പാർലറിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ നല്ല ഈവൺ ആയിട്ട് അവർ ചെയ്തു തരും. ഇത് പക്ഷേ എനിക്ക് അങ്ങനെ പിന്നെ വല്ലാതെ ഞാൻ ബ്ലീച്ച് യൂസ് ചെയ്യാത്തതുകൊണ്ട് വല്ലാതെ അങ്ങനെ ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണില്ല. ചെറിയൊരു നമുക്ക് ഷെയ്ഡാണ് ഉണ്ടാവുക. എനിക്കതാണ് ഇഷ്ടം. അധികം ഹൈലൈറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ആ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് ആ പെർഫെക്ഷൻ ഇല്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതിന്റെ സ്മെല്ല് വല്ലാത്തൊരു സ്മെല്ലാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ കെമിസ്ട്രി ലാബിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഈ കെമിക്കൽസിന്റെ സ്മെല്ലില്ലേ, അതുപോലെ ആയിരുന്നു. ഒന്നാമത് നമ്മൾ തലയിലായതുകൊണ്ട് ഈ തലയും മുടിയും മൂക്കും ഒക്കെ ഈ അടുത്തടുത്ത് ആയതുകൊണ്ടേ ആ ഇതിന്റെ സ്മെല്ല് വല്ലാതെ, എനിക്ക് ഈ സാധനത്തിന്റെ സ്മെല്ല് വല്ലാതെ എന്റെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. ഒരു തലയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കനൊക്കെ വരാൻ തുടങ്ങി. നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഈ സാധനം എല്ലാം കൂടി എടുത്ത് കുറച്ച് പിന്നോട്ടൊക്കെ ഇട്ടതിന് ശേഷമാണ്, ഒരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഞാനത് ചെയ്തത്. ഇനി ചെയ്യുമ്പം മൊത്തം നമുക്ക് ഈ സൈഡിൽ മാത്രമല്ല, എനിക്ക് ഈ അടിയിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഉള്ളോട്ടൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ്, നമുക്ക് പിന്നോട്ടൊന്നും കാണില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ മുടിയുടെ താഴോട്ടില്ലേ, മേലെ ചെയ്യാതെ ഉള്ളിലേക്കൊന്നും ചെയ്യാതെ താഴെ മാത്രം കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ 2-3 ബോക്സ് ഒക്കെ മേടിക്കാൻ വെച്ചാൽ നമുക്കൊരു ഗ്ലോബൽ കളറിംഗ് ഒക്കെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എനിക്ക് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ലൊരു സഹായി അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഇതിൽ തൃപ്തി അടയേണ്ടി വന്നു. ഈ റൈറ്റ് സൈഡിൽ ചെയ്യുമ്പോഴേ എനിക്കിതാ കറക്റ്റായിട്ട് നമുക്ക് പാർലറിലൊക്കെ അവർ ചെയ്യുന്ന പോലെ ഈ ഫോയിലിലും മുകളിൽ വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഇടത്ത് ഭാഗത്ത് എനിക്ക് അത്ര, ചിലപ്പോൾ ഇടത്ത് ഭാഗത്ത് എൻ്റെ ഒരു വീക്ക്നെസ് ആയിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഈ കയ്യിലും നമ്മളിപ്പോൾ അല്ലാത്ത സ്ട്രാൻഡ്സിലൊക്കെ ആവും. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി സേഫ്. നല്ല നീറ്റായിട്ട് നമുക്കൊരു ഫിനിഷിങ് കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാൻ സ്കാൽപ്പിൽ തൊട്ടിട്ടില്ല. സ്കാൽപ്പിൽ നമ്മൾ തൊടാതിരിക്കുക, കാരണം അത് കെമിക്കലാണല്ലോ. സ്കാൽപ്പിൽ പൊതുവേ അപ്ലൈ ചെയ്യാറില്ല. മീൻസ് ഹെയറിന്റെ റൂട്ടിൽ കുറച്ച് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ നമുക്ക് ഇവിടെ റൂട്ട് തൊട്ടിട്ട് ചെയ്യുമ്പം അത്ര ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ കിട്ടുന്നത് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. കഴിയുന്നതും റൂട്ടിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ ഈ സാധനം തൊടാതിരിക്കുന്നതാണ് ഹെൽത്തി. കളർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 40 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ 30 മിനിറ്റ്സോ മറ്റോ ആണ് പറഞ്ഞത്. പക്ഷെ ഞാൻ 45 മിനിറ്റ് വെച്ചിട്ടുണ്ട്. കൂടുതൽ വെക്കാതിരിക്കുക, അത് മതി. അത്യാവശ്യം കളർ അപ്പം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ താഴെയൊക്കെ ഞാൻ എല്ലാ സ്ഥലത്തും എനിക്ക് എവിടേക്കാണോ ഇഷ്ടമുള്ള വെച്ചാൽ അവിടെയൊക്കെ ഞാൻ ഈ സാധനം തേച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള ഫോയിലും അതിനകത്ത് പറ്റിച്ച് വെച്ചു. കളർ ഒട്ടും വേസ്റ്റ് ചെയ്തില്ല കേട്ടോ. കഴിഞ്ഞ തവണ കുറേ വേസ്റ്റ് ആയിട്ടുണ്ട്, ഇത്തവണ ഞാൻ ഒട്ടും വേസ്റ്റ് ചെയ്തില്ല. അങ്ങനെ 40 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് ഊരിക്കളയാണ്. ഊരിക്കളയുമ്പോൾ നമുക്ക് എൻ്റെ മുടി കുറച്ചൊരു ഫ്രിസിയാണ്. അപ്പം അതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഈ അലുമിനിയം ഫോയിൽ ഇങ്ങനെ ഈ ചുരുട്ടി വെച്ചതാണല്ലോ, അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എല്ലാം ഞാൻ അഴിച്ചെടുത്തു. ചിലതൊക്കെ നല്ല ഈസി ആയിട്ട് ഇങ്ങനെ പോരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രഹസനം അല്ലെങ്കിൽ ഷോ ഓഫ് ആണെന്നേ ഉള്ളൂ. ഒരുപാട് വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വേദന കുറച്ച് സഹിക്കാൻ പിന്നോട്ടാണ്. അതുകൊണ്ടാണ് ഈ മുഖത്ത് ഈ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടത് കേട്ടോ. വലിയ വേദന ഒന്നും ഇല്ല. എന്നാലും മുടി നമ്മൾ കുറച്ച് നനഞ്ഞ് കിടക്കുമായിരിക്കല്ലോ. അപ്പം വലിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, മുടി ഊരി പോരാതെ നോക്കുക കേട്ടോ. ഇതെല്ലാം അഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷാമ്പു ഇട്ടു, നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ അവരൊരു കണ്ടീഷണർ തന്നിട്ടുണ്ടായിരുന്നു, അത് ഇട്ടു. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.